ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നല്ലൊരു ഫിഷ് കറി റെസിപ്പി ആയിട്ട് വന്നിന് ഞാൻ. ഇതിൽ എല്ലാ ടൈപ്പിൻ്റെ ഫിഷുമുണ്ട്, എല്ലാം മിക്സ് ആയിട്ടുണ്ട് ഈ ഫിഷ്. ഇതിനെ നമ്മൾ എങ്ങനെ കറി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഫിഷിനെ കട്ടാക്കിയിട്ട് വാഷാക്കിയിട്ട് ക്ലീനാക്കിയിട്ട് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇതാ ഞാൻ എൻ്റെ മിക്സി ജാറിലേക്ക് ഞാൻ പാതി കടി തേങ്ങ ഇട്ടിന് അതിലേക്ക് ഞാനിപ്പോൾ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നു. 7-8 ചുവന്ന മുളക് ഞാൻ ഇടുന്നു. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരിപ്പൊടി, മെത്ത, ജീരകം, പുളി, പിന്നെ തണിമ്പ് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇത് നമുക്ക് അപ്പോൾ അത് നന്നായിട്ട് ഇത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടെടുത്തിന്. അതിപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ. അപ്പോൾ ഈ മണ്ണിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. അതിലേക്ക് ഞാനിപ്പോൾ ഓണിയൻ ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നു. ഞാനിത് ഹാഫ് ഓണിയൻ എടുത്തിന്, ഒരു വലിയ സൈസിൻ്റെ ഓണിയനിൽ ഹാഫ് എടുത്തിന്. പിന്നെ ഞാൻ ഫ്രൈ ആക്കുന്നു. അപ്പം നീരുള്ളി ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ 3 കായ്മുളക് എടുത്തിന്. അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെള്ളുള്ളിയും ഇട്ട് കൊടുക്കുന്നു. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രൈ ആക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാല നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മസാല എല്ലാം ഒഴിച്ചാൽ പിന്നെ നമുക്കിതിലേക്ക് തണ്ണിയും വിത്തിരി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തണ്ണിയെല്ലാം ഒഴിച്ചിട്ട് മസാല ഒരുപോലെ ആക്കി ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് പഴപ്പിക്കാം. അപ്പോൾ ഇത് പഴച്ചോണ്ടുണ്ട് കറി. ഇനിയിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കരച്ചപ്പിട്ട് കൊടുക്കുന്നു. കരച്ചപ്പിട്ട് കൊടുത്തതിൽ പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് മീനൊന്ന് കുറച്ച് വേവട്ട് അടുത്തുള്ള നമുക്ക് ഇങ്ങനെ പായപ്പിലെ കറിനെ ഇപ്പം മീനിൻ്റെ കറി ഇവിടെ റെഡിയായതിന് നല്ല ടേസ്റ്റിയായ നമുക്ക് മിക്സ് മീനിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടീന്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി ഷെയർ ആക്കി സബ്സ്ക്രൈബ് ആക്കി കമൻറ്റ് ആക്കി. ബൈ.